കാസർഗോഡ് MLA എൻ എ നെല്ലിക്കുന്ന് രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസിൽ 143 നമ്പർ ബൂത്തിലാണ് എൻ എ നെല്ലിക്കുന്ന് MLA വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് KOL ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. കാസർഗോഡ് MLA എൻ എ നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസിലെ 143 ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തന്നെ എത്തിയാണ് MLA വോട്ട് രേഖപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും അതിൽ താനും ഭാഗവാക്കായെന്നും വോട്ട് ചെയ്ത് സംസാരിക്കവേ എൻ എ നെല്ലിക്കുന്ന് MLA പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ വിജയിക്കണമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ ഭാഗവാക്കായിട്ടുള്ളത്. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജയിക്കണം, ഇന്ത്യ നിലനിൽക്കണം, ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഇത്. ആ പോരാട്ടത്തിൽ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ഭാഗവാക്കാൻ സാധിച്ചു. ഈ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ഇന്ത്യ മുന്നണി പിന്തുണക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു വരേണ്ടതുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തീർച്ചയായും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. UDF നേതാക്കളും എൻ എ നെല്ലിക്കുന്നിനൊപ്പം ബൂത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.